بسم الله الرحمن الرحيم. وإذا رأوك إن يتخذونك إلا هزوا أهذا الذي بعث الله رسولا إن كاد ليضلنا عن آلهتنا لولا أن صبرنا عليها وسوف يعلمون حين يرون العذاب من أضل سبيلا أرأيت من اتخذ إلهه هواه أفأنت تكون عليه وكيلا أم تحسب أن أكثرهم يسمعون أو يعقلون إن هم إلا كالأنعام بل هم أضل سبيلا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1213 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ റഅൗക യത്തഖിദൂനക ഇല്ലാ ഹുസ്വ അഹാദല്ലദീ ബഅസല്ലാഹു റസൂല إن كاد ليضلنا عن آلهتنا لولا أن صبرنا عليها وسوف يعلمون حين يرون العذاب من أضل سبيلا أرأيت من اتخذ إلهه هواه أفأنت تكون عليه وكيلا أم تحسب أن أكثرهم يسمعون أو يعقلون إن هم إلا كالأنعام بل هم أضل سبيلا صدق الله العلي العظيم. സൂറത്തുൽ ഫുർഖാനിലെ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരോട് നിഷേധത്തിന്റെ നിലപാട് സ്വീകരിക്കുകയും അവരെ പരിഹസിക്കുകയും ഒക്കെ ചെയ്ത, അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വിവിധ സമൂഹങ്ങളുടെ പേരിൽ അവരുടെ മേൽ അല്ലാഹു സ്വീകരിച്ച നടപടികൾ ചില സമൂഹങ്ങളെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു നമ്മൾ പിന്നീട് ആയത്തുകളിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആദും സമൂദും അസ്ഹാബുർ റസ്സും അതുപോലെ മൂസ അലൈഹിസ്സലാം നിയോഗിച്ചയക്കപ്പെട്ട ഈജിപ്തിലെ സമൂഹവും നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അതുപോലെ ദുഷിച്ച മഴ ഏറ്റുവാങ്ങാൻ കാരണമായ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹത്തെയും പരാമർശിക്കപ്പെട്ടു. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ നേരെ നിഷേധത്തിന്റെ നിലപാടോടുകൂടി നിലകൊള്ളുന്ന ആളുകളെ ചരിത്രത്തിലെ ഈ സംഭവങ്ങൾ പരാമർശിച്ചുകൊണ്ട് അവർക്കൊരു താക്കീത്, ഒരു മുന്നറിയിപ്പ് ഒക്കെ എന്നൊക്കെയുള്ള നിലക്ക് കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു. വീണ്ടും ഈ ആളുകളുടെ നിലപാടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഇവിടെ അഭിസംബോധന. وإذا رأوك إن يتخذونك إلا هزوا.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. വൈദാര ഔക, പ്രവാചകരെ താങ്കളെ അവര് കാണാനിടയാവുകയാണെങ്കിൽ, നിന്നെ കാണുമ്പോഴൊക്കെ തന്നെ എന്താണ് അവര് ചെയ്യുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വൈദാര ഔക ഈ യത്തഖിദൂനക ഇല്ലാ ഹുസുവ, അവര് താങ്കളെ പരിഹസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു വളരെ സുപ്രധാനമായ ഒരു ദൗത്യം നിർവഹിക്കുന്ന കാര്യവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകനെ കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അഭിമുഖീകരിക്കാൻ അവസരം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൽസിച്ചുകൊണ്ട്, കൊച്ചാക്കിക്കൊണ്ട്, നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അവർ ചെയ്യുകയുണ്ടായത് എന്നതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിട്ട ജീവിത സാഹചര്യങ്ങള്, അദ്ദേഹം ഉണ്ടായിരുന്ന ജീവിതാവസ്ഥകളെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അനാഥനായിട്ടും ദരിദ്രനായിട്ടും ഒക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലം, നുബുവത്തിന്റെ മുമ്പുണ്ടായിരുന്ന കാലം എന്നത് അവർക്കറിയാം. അവരെ പോലെയുള്ള പല പ്രമാണിമാരും ഇവിടെ ഉണ്ടായിരിക്കെ ഈ ദാരിദ്ര്യാവസ്ഥയിലുള്ള, അനാഥത്വത്തിൽ കഴിഞ്ഞിരുന്ന ഇയാളാണോ അള്ളാഹുവിന്റെ ദൂതനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന വിധത്തില് അവര് പരിഹസിക്കുമായിരുന്നു. ആ പരിഹാസത്തെയാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വൈദാര ഔക, പ്രവാചകര് താങ്കളെ അവര് കാണാനിടയാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ താങ്കളെ കാണുമ്പോഴൊക്കെ ഈ യത്തഖിദൂക ഇല്ലാ ഹുസുവ, പരിഹസിക്കുന്ന വിധത്തിലല്ലാതെ താങ്കളെ അവര് അഭിമുഖീകരിക്കുന്നില്ല, താങ്കളെ പരിഗണിക്കുന്നില്ല. അവര് ഹുസു ചെയ്യുന്നതിനു വേണ്ടി, പരിഹസിക്കുന്നതിനും ബൽസിക്കുന്നതിനും വേണ്ടി മാത്രമാണ് താങ്കളെ അവര് അഭിമുഖീകരിക്കുന്നത്. അഹാദല്ലദീ ബഅസല്ലാഹു റസൂല, അവരുടെ പരിഹാസത്തിന്റെ ആകത്തുക ഇങ്ങനെയാണ്. അഹാദല്ലദീ ബഅസല്ലാഹു റസൂല, ഇവനെയാണോ അള്ളാഹു ദൂതനായി നിശ്ചയിച്ചിരിക്കുന്നത് എന്നതാണ്. അള്ളാഹുവിന്റെ ദൂതനായി നിശ്ചയിക്കപ്പെടാനുള്ള എന്ത് യോഗ്യത, എന്ത് അർഹത ഇയാൾക്കുണ്ട് എന്ന നിലക്കാണ് അവരുടെ ചോദ്യം. പേരും പെരുമയുമുള്ള, അല്ലെങ്കിൽ ധനാഢ്യരായ, സ്വാധീനമുള്ള ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ ഇവനെയാണോ ദൂതനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് എന്നതാണ് അവര് ഉന്നയിക്കുന്ന ചോദ്യത്തിന്റെ ഒരു സ്പിരിറ്റ്. അഹാദല്ലദീ ബഅസല്ലാഹു റസൂല, കൊച്ചാക്കിക്കൊണ്ട്, ബൽസിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ടൊക്കെയാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരാമർശിച്ചുകൊണ്ട് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഇവനെയാണോ അള്ളാഹു റസൂലായിട്ട്, ദൂതനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് എന്നതാണ് അവരുടെ ആ പരിഹാസത്തിന്റെ ഒക്കെ രത്നച്ചുരുക്കം. അഹാദല്ലദീ ബഅസല്ലാഹു റസൂല, അള്ളാഹു റസൂലായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്, നിയോഗിച്ചിരിക്കുന്നത് ഇവനെയാണോ എന്നതാണ് അവരുടെ ആ വാചകത്തിന്റെ, സംസാരത്തിന്റെ ഒക്കെ ഒരു ആകത്തുക. എന്നിട്ട് തുടർന്ന് അവർ പറയുന്നത് ഇൻകാദ ലയുളില്ലുന അൻ ആലിഹതിന ലൗലാ അൻ സബർന അലൈഹ, എന്നിട്ട് അവർ പറയുന്നത് ഇവൻ നമ്മളെ നമ്മുടെ ആരാധ്യന്മാരിൽ നിന്ന് തെറ്റിക്കുമായിരുന്നു. ലൗല അൻ സബർന അലൈഹ, നമ്മൾ അവരുടെ കാര്യത്തില് ഉറച്ചു നിൽക്കുകയും നമ്മുടെ ഇലാഹുകളിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും അതുപോലെ ജാഗ്രതയോടുകൂടി നിലകൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇയാൾ നമ്മുടെ ആരാധ്യന്മാരിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കുമായിരുന്നു എന്നാണ് തുടർന്ന് അവർ പറയുന്നത്.
പ്രത്യക്ഷത്തിൽ തന്നെ വൈരുദ്ധ്യമുള്ള രണ്ട് കാര്യങ്ങളാണ് അവര് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനായിട്ട് നിയോഗിക്കപ്പെടാനുള്ള യോഗ്യതയോ പശ്ചാത്തലമോ അതിനുള്ള കഴിവോ സ്വാധീനമോ ഒന്നുമുള്ള ആളല്ല. അതിനാൽ തന്നെ ഇയാള് അള്ളാഹുവിന്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുമ്പോ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. രണ്ടാമത്തത്, നല്ല ജാഗ്രതയും കരുതലും ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഇലാഹുകളിൽ നിന്ന് ഈ ദേഹം നമ്മളെ വഴിതെറ്റിക്കുമായിരുന്നു. നമ്മൾ നല്ല സ്ഥിരചിത്തത കാണിച്ച് നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മുടെ ഇലാഹുകളുടെ കൂടെ നമ്മൾ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, നമ്മളെ തന്നെ മറ്റൊരു സാധ്യത ആരായുന്ന വിധത്തില് അങ്ങ് കയറൂരി വിടാതെ നമ്മളെ തന്നെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇയാൾ നമ്മുടെ ഇലാഹുകളിൽ നിന്ന് വഴിതെറ്റിച്ച് കളയുമായിരുന്നു എന്നാണ് അവര് പറയുന്നത്. രണ്ടാമത് പറയുന്ന കാര്യം, അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടാവാൻ ഇടയുണ്ട്, സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്, കഴിവുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും എന്ന ആശയം അടങ്ങിയിട്ടുള്ളതാണല്ലോ. ആദ്യത്തേത്, അള്ളാഹുവിന്റെ ദൂതനായിട്ട് നിയോഗിക്കപ്പെടാനുള്ള ഒരു അർഹതയും ഇല്ല ഇയാൾക്ക് എന്ന നിലക്കുള്ളതാണ്. എന്തായാലും അവര് മനസ്സിൽ അനുഭവപ്പെടുന്ന വെപ്രാളങ്ങള് പ്രകടിപ്പിക്കുകയാണ് ഈ വാക്കുകളിൽ. അള്ളാഹുവിന്റെ ദൂതനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു റസൂലായി നിയോഗിച്ചയച്ചത് അവരെക്കാളൊക്കെ പ്രാധാന്യമുള്ള ആള്, അവരെക്കാളൊക്കെ ലോകത്തെ സ്വാധീനിക്കേണ്ട ആള് എന്നുള്ള നിലക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത് അയച്ചതാണ്. അതിൽ അവർ അതൃപ്തരാണ്. ഇനി അഥവാ ഒരു റസൂലിനെ അള്ളാഹു അയക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് അവരുടെ മനോഗതം. രണ്ടാമത്തത്, നമ്മൾ നല്ല കരുതലും ജാഗ്രതയും കാണിച്ചുകൊണ്ട് നമ്മുടെ ഇലാഹുകളോടൊപ്പം ഉറച്ചു നിൽക്കണം. വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും നമ്മളെ തന്നെ കയറൂരി വിടാതെ നമ്മൾ ഉറച്ചു നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഇലാഹുകളിൽ നിന്ന് ഇയാൾ നമ്മളെ തെറ്റിച്ചു കളയുമായിരുന്നു എന്നതാണ് അവര് പറയുന്ന ഒരു കാര്യം. അപ്പോ അതില് തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി പ്രഗത്ഭരായ പലരും സത്യം ഉൾക്കൊള്ളുവാൻ അവസരം ഉണ്ടാവുകയും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേരുകയും ചെയ്തിട്ടൊക്കെ ഉണ്ടല്ലോ. ആ ഒരു പശ്ചാത്തലത്തില് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന് സ്വാധീനം ഉണ്ടാവാൻ ഇടയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല കരുതല് വേണം, ജാഗ്രത വേണം, നമ്മൾ അങ്ങനെയുള്ള സ്വാധീനത്തിലൊന്നും പെട്ടുപോകരുത് എന്ന് അവര് സ്വയം പറയുന്ന വിധത്തിലാണ് ഈ കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇൻ കാദല യുളില്ലുന അൻ ആലിഹത്തിന ലൗല അൻ സബർന അലൈഹ. ഇവിടെ സബർന അലൈഹ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക, ദൃഢചിത്തത കാണിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള സാധ്യതകളിൽ നിന്ന് നമ്മളെ തന്നെ തടഞ്ഞു നിർത്തുക എന്നതൊക്കെയാണ്. സഹനം എന്നതിന്റെ മറ്റൊരു വശം അതാണ്. നമ്മള് വൈകാരികമായി പ്രതികരിക്കുന്നതിൽ നിന്ന് നമ്മളെ തന്നെ തടഞ്ഞു നിർത്തലാണ് സുബർ. അതാണ് അതിന്റെ റൂട്ട് മീനിങ്. തടഞ്ഞു നിർത്തുക, നമ്മളെ തന്നെ ഒതുക്കി അടക്കി നിർത്തുക എന്നതാണ് അതിന്റെ ആശയം. അപ്പൊ നമ്മളെ തന്നെ ഇയാളുടെ പ്രബോധനത്തിന് വിധേയരാകാൻ, അല്ലെങ്കിൽ അതിന്റെ സ്വാധീന വലയത്തിൽ പെടുന്ന സാധ്യത തടഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ, നമ്മളെ തന്നെ അതിലേക്ക് പെട്ടുപോകുന്നതിൽ നിന്ന് സ്വയം പ്രതിരോധിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഇയാൾ ഒരു പക്ഷെ നമ്മുടെ ആലിഹത്തുകളിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയാൻ വലിയ സാധ്യതയുണ്ട് എന്നാണ് അവര് പറയുന്നത്. അതിനെ തുടർന്ന് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയാണ്, വസൗഫ യഅലമൂന ഹീന യറൗനൽ അദാബ് മൻ അദല്ലു സബീല. ഇവരുടെ സംസാരത്തിന്റെ ഒരു ധ്വനി
പിഴച്ച മാർഗം പിന്തുടരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അദ്ദേഹത്തിനെ പിൻപറ്റിയ ആളുകളുമാണ് എന്നതാണ്. ഈ ആലിഹത്തുകളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇവര് ശരിയായ വഴിയിലാണ് എന്നതുമാണ് അവരുടെ സംസാരത്തിന്റെ ധ്വനി. അപ്പൊ അതിനുള്ള മറുപടിയാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. വസൗഫ യഅലമൂന, വൈകാതെ തന്നെ അവരറിയും. അവരറിയാൻ പോകുന്ന ഒരു സമയം വരാനിരിക്കുകയാണ്. എന്താണ്? ഹീന യറൗനൽ അദാബ, ശിക്ഷ കൺമുന്നില് കാണാൻ പറ്റുന്ന ഒരു സന്ദർഭം എത്തുന്നതോടെ അവര് തീർച്ചയായിട്ടും അറിയും. മൻ അളല്ലു സബീല, പിഴച്ച വഴിയിലുണ്ടായിരുന്നത് ആരാണ് എന്നത്. ഇപ്പോ അവര് അതിന് സന്നദ്ധരല്ല, ഇപ്പോ അവരത് കാണാൻ കൂട്ടാക്കുന്നില്ല. പക്ഷെ വൈകാതെ തന്നെ ശിക്ഷ കൺമുന്നിൽ കാണാനിരിക്കുകയാണ്. അങ്ങനെ കൺമുന്നിൽ ശിക്ഷ കാണാനിരിക്കുമ്പോ അല്ലെങ്കിൽ കാണാനിടയാകുമ്പോ തീർച്ചയായിട്ടും അവരറിയും ആരാണ് വഴി പിഴച്ചു പോയിട്ടുണ്ടായിരുന്നത് എന്ന്. ഇന്ന് അവർ അവകാശപ്പെടുന്നത് മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ അനുയായികളും പിഴച്ചുപോയി എന്നതാണ്. തങ്ങളാണ് ശരിയായ മാർഗത്തിലുള്ളത് എന്നതുമാണ് അവരുടെ വാദം. എന്നാൽ വൈകാതെ തന്നെ അവർ അറിയാൻ പോകുന്നത് വസൗഫ യഅലമൂന ഹീന യറൗനൽ അദാബ, ശിക്ഷ നേർക്ക് നേരെ കാണേണ്ടി വരുന്ന ഒരു സന്ദർഭം. അത് വളരെ ഒന്നും വൈകാനിടയില്ല. അപ്പൊ അങ്ങനെ അത് കാണാനിടയാകുമ്പോ അവർ തീർച്ചയായിട്ടും അറിയും മൻ അളല്ലു സബീല, ആരാണ് വഴി പിഴച്ചു പോയിട്ടുണ്ടായിരുന്നത് എന്നത്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുകയാണ്, ഈ ആളുകളുടെ യഥാർത്ഥ രോഗം എന്താണ് എന്നത് ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലാണ് അക്കാര്യം പറയുന്നത്. അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു, സ്വേച്ഛയെ ആരാധ്യനായിട്ട് സ്വീകരിച്ച ഒരുവന്റെ കഥ, ഒരുവന്റെ അവസ്ഥ പ്രവാചകരെ താങ്കൾ മനസ്സിലാക്കിയോ എന്നാണ് ചോദിക്കുന്നത്. സ്വന്തം ഇച്ഛയെ, മനസ്സിന്റെ തോന്നലുകളെയും ചായ്വുകളെയും പ്രേരണകളെയും ഇലാഹായിട്ട് സ്വീകരിച്ച ഒരുവന്റെ അവസ്ഥ. ദേഹേച്ഛ എന്നൊക്കെ പറയാറുണ്ട്. ഹവാ, സ്വേച്ഛ, സ്വന്തം ഇച്ഛ. മനസ്സിന്റെ തോന്നലും ചായ്വും വികാരങ്ങളും വിചാരങ്ങളും താല്പര്യങ്ങളും ഒക്കെ അതൊന്നും അത്ര പ്യൂരിഫൈഡ് ആയിക്കൊള്ളുന്നില്ല. വേണ്ട വിധത്തില് ശുദ്ധീകരണ പ്രക്രിയക്ക് വിധേയമാക്കപ്പെട്ടിട്ടില്ലാത്ത മനസ്സിന്റെ തോന്നലുകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ ഇലാഹായി സ്വീകരിച്ച ഒരുവൻ, അവരെ ഇലാഹായി സ്വീകരിച്ചവൻ എന്ന് പറയുമ്പോ ആ സ്വന്തം ഇച്ഛയെ അവർ ആരാധിക്കുന്നു എന്നൊന്നുമല്ല അർത്ഥം. അവയ്ക്ക് പൂർണ്ണമായിട്ട് അടിമപ്പെട്ടവൻ എന്നാണ്. നമ്മുടെ കാലഘട്ടത്തിലും നമ്മുടെയൊക്കെ ഇടയിലും ഒക്കെ നമ്മളിലൊക്കെ തന്നെ ഉള്ള ഒരു കാര്യമാണ്. ശരി എന്ത്, ഹക്ക് എന്ത് എന്ന് നോക്കിയിട്ട്, അള്ളാഹുവിന്റെ തൃപ്തി എന്ത് എന്ന് നോക്കിയിട്ട് അതിനോടൊപ്പം നിൽക്കുക എന്നൊരു നിലപാട് നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാവുക നമ്മുടെ ഹവയെ ഇലാഹായി സ്വീകരിച്ച അവസ്ഥയിലായിരിക്കും. നമ്മൾ നമ്മളുടെ തന്നെ സ്വേച്ഛയുടെ അടിമകളായി മാറിയിട്ടുണ്ടാവും. നമ്മൾ അതാണ് അങ്ങനെ ഫോളോ ചെയ്തു പോകുന്നുണ്ടാവുക. അള്ളാഹു കൽപ്പിച്ചത്, അള്ളാഹുവിന്റെ ദൂതൻ പഠിപ്പിച്ചത് ഒക്കെ ഒരു കാര്യമായിരിക്കും. നമ്മൾ പിന്തുടരുന്നുണ്ടാവുക നമ്മളുടെ മനസ്സിന്റെ ചില ചായ്വുകളെയും തോന്നലുകളെയും ഒക്കെ ആയിരിക്കും. അതാണ് ഈ സ്വന്തം ഹവയെ, സ്വന്തം സ്വേച്ഛകളെ ഇലാഹായി സ്വീകരിക്കുക എന്ന് പറഞ്ഞത്. എല്ലാ കാര്യത്തിലും അതുണ്ട്. അത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ഒക്കെ തന്നെ, സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ തന്നെ ഹവയുടെ അടിമയാകുന്ന ഒരു പ്രവണത മനുഷ്യരിൽ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി നമ്മുടെ തൃപ്തിയായി മാറുമ്പോൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഇഷ്ടമായി മാറുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട ആളുകളായി മാറിയിട്ടുണ്ടാവുക. നമ്മുടെ താല്പര്യങ്ങള് അള്ളാഹുവിന്റെ താല്പര്യങ്ങളുമായി യോജിക്കാത്തതാണ് എന്ന് മനസ്സിലാക്കിയിട്ടും നമ്മളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെ, ഹവകളെ, നമ്മുടെ സ്വേച്ഛകളെയാണ് പിന്തുടരുന്നത് എങ്കിൽ നമ്മൾ അടിമപ്പെടുന്നത് അവിടെ അള്ളാഹുവിനല്ല, നമ്മുടെ ഇച്ഛകൾക്കാണ്. അങ്ങനെ നമ്മുടെ ഇച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ ഇച്ഛകളുമായി സംഘർഷപ്പെടുന്നതുമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ
നമ്മൾ ഹവാനെയാണ് ഇലാഹായിട്ട് സ്വീകരിക്കുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പകരം നമ്മൾ അനുസരിക്കുന്നുണ്ടാവുക നമ്മുടെ തന്നെ സ്വേച്ഛകളെയായിരിക്കും. അള്ളാഹുവിന് നമ്മൾ അടിമപ്പെടുന്നതിന് പകരം നമ്മളുടെ തന്നെ സ്വേച്ഛകൾക്കും ദേഹേച്ഛകൾക്കും ഒക്കെ ആയിരിക്കും നമ്മൾ അടിമപ്പെടുന്നുണ്ടാവുക. എന്നിട്ട് ആ ഒരു ദിശയിലായിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരാള്, അയാളുടെ കഥ എന്താണ് എന്നതാണ് അള്ളാഹുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു. ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് വലിയ അപകടം പിടിച്ചൊരു കാര്യമായിട്ടൊന്നും തോന്നിക്കൊള്ളണമെന്നില്ല. അത് ശിർക്കാണെന്നും നമുക്ക് തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും അകപ്പെടുന്ന ഒരു ശിർക്കാണത്. സ്വന്തം ഹവയെ, സ്വന്തം ഇച്ഛകളെ, സ്വേച്ഛകളെയും ദേഹേച്ഛകളെയും ഒക്കെ അള്ളാഹുവിന്റെ താല്പര്യത്തിനോ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനോ അതീതമായിട്ട് നമ്മൾ കാണുന്നു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ഇച്ഛകളെ പിന്തുടർന്ന് പോകുന്നുവെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് നമ്മുടെ ഹവയെ ആരാധിക്കുകയാണ്. നമ്മുടെ ഹവയ്ക്ക് വിധേയത്വം കൊടുക്കുകയും അവയെ അനുസരിക്കുകയും അവക്ക് നമ്മൾ അടിമപ്പെടുകയുമാണ് ചെയ്യുന്നത്. അടിമപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനായിരുന്നു. നമ്മൾ മുന്തിയ പരിഗണന കൊടുക്കേണ്ടിയിരുന്നത് അള്ളാഹുവിന്റെ ഒരു വിഷയത്തിലുള്ള താല്പര്യത്തിനായിരുന്നു. പക്ഷെ അതല്ല നമ്മളിപ്പോ പ്രാധാന്യം കൽപ്പിക്കുന്ന കാര്യം. മറിച്ച് നമ്മുടെ തന്നെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു സ്വേച്ഛയുണ്ട്. ആ സ്വേച്ഛക്കാണ് നമ്മൾ വിധേയപ്പെടുന്നത്. അതിനാണ് നമ്മൾ അതിന്റെ അടിമകളായിട്ട് നമ്മൾ മാറുകയാണ്. അങ്ങനെ മാറുന്ന ഒരാള്, അവരുടെ കാര്യത്തില് അള്ളാഹു പ്രവാചകനോട് ചോദിക്കുകയാണ്, അഫ അൻത തകൂനു അലൈഹി വക്കീല. അവരുടെ കാര്യത്തില് താങ്കൾക്ക് ചുമതലക്കാരനാകാൻ കഴിയുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഒരാള് സ്വന്തം ഇച്ഛയെയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വേച്ഛകൾക്കാണ് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സ്വേച്ഛകളുടെ അടിമയായിട്ടാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ അയാളുടെ കാര്യത്തിൽ ചുമതലക്കാരനാകാൻ പ്രവാചകരെ താങ്കൾക്ക് സാധിക്കുമോ? അയാളെ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരാനും അയാളെ ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാക്കി മാറ്റാനും അയാളുടെ ജീവിത മാർഗദർശനം സുരക്ഷിതമായതാണ് എന്ന വിധത്തിൽ ഉറപ്പുവരുത്താനും പ്രവാചകരെ താങ്കൾക്ക് കഴിയുമോ? കഴിയില്ല എന്നതാണ് അതിന് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ ഈ ആളുകളുടെ മക്കയിലെ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ ഇദ്ദേഹം നമ്മുടെ ആലിഹത്തുകളിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയും എന്നൊക്കെ ആശങ്കപ്പെടുന്ന ഈ ആളുകൾ, അവർ യഥാർത്ഥത്തിൽ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്, അടിമപ്പെടുന്നത്, വിധേയപ്പെടുന്നത്, അനുസരിക്കുന്നത് അവരുടെ തന്നെ സ്വേച്ഛകളെയാണ്. അങ്ങനെയുള്ള സ്വേച്ഛകളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, സ്വേച്ഛകൾക്ക് വിധേയത്വം കൊടുക്കുന്ന, അടിമപ്പെടുന്ന ഈ ആളുകളെ, അവരെ സന്മാർഗലബ്ധിയുള്ളവരാക്കി മാറ്റുക എന്ന ചുമതല പ്രവാചകരെ താങ്കൾക്ക് ഏൽക്കാൻ കഴിയുമോ? അങ്ങനെ കാര്യം അള്ളാഹു പ്രവാചകനെ ഏൽപ്പിച്ചിട്ടില്ല. അവരോട് കാര്യങ്ങൾ പറയുക, അവരെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക അവർക്ക് എന്നതൊക്കെ മാത്രമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഏത് ദിശയിൽ അവർ സഞ്ചരിക്കണം എന്നത് അവരെ സ്വാധീനിച്ചുകൊണ്ട് തീരുമാനിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ വിഷയം ഇതാണ്, ഈ ആളുകള് സ്വേച്ഛയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, സ്വേച്ഛക്ക് അടിമപ്പെട്ടിട്ടുള്ള, സ്വന്തം ഇച്ഛകളെ ആരാധ്യന്മാരായി സ്വീകരിച്ചവരാണ്. ഇവരെ നേർമാർഗത്തിലാക്കാനുള്ള ചുമതല പ്രവാചകരെ താങ്കൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുകയോ? അത് സാധ്യമാണോ എന്നതാണ് ചോദ്യം. അഫഅൻത തകൂനു അലൈഹി വക്കീല. അവരുടെ കാര്യത്തിൽ ചുമതല ഏൽക്കുന്നവനാകാൻ താങ്കൾക്ക് സാധിക്കുമോ? അവനല്ല, അവന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം, അവന്റെ എല്ലാ നിലക്കുമുള്ള മാർഗദർശനം ഞാൻ ഏറ്റ് എന്ന് പറയാൻ താങ്കൾക്ക് കഴിയുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അങ്ങനെ പറയാൻ സാധ്യമല്ല. ഈ ആളുകളിൽ പലരും സ്വന്തം ഇച്ഛകളെ, ഹവകളെ ഇലാഹായി സ്വീകരിച്ചുകൊണ്ട് ആത്മപൂജ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. സ്വന്തം ഇച്ഛകളെയാണ് അവർ പൂജിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്നതും ആ സ്വന്തം മനസ്സിന്റെ സ്വകാര്യ താല്പര്യങ്ങളെയാണ് അവര്
അനുസരിച്ചുകൊണ്ടിരിക്കുന്ന, അവക്ക് അടിമപ്പെട്ടുകൊണ്ട് കഴിയുന്ന ആളുകളാണ്. അവരുടെ രോഗബാധ എന്ന് പറയുന്നത് അവരുടെ ഹൃദയങ്ങൾക്കാണ്. അത് സ്വേച്ഛകൾക്ക് അടിമപ്പെടുക എന്നതാണത്. ജീവിതത്തിന്റെ പല വ്യത്യസ്തമായ വാക്സ് ഓഫ് ലൈഫിൽ നമ്മൾ ഈ വിധത്തിലുള്ള സ്വേച്ഛകൾക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ ഇച്ഛ ഒരു ഭാഗത്തും നമ്മുടെ ഒരു വിഷയത്തിലുള്ള ഇച്ഛ മറ്റൊരു ഭാഗത്തും ആകുമ്പോൾ നമ്മൾ അവയ്ക്കിടയിൽ തെരഞ്ഞെടുപ്പ് നടത്തും. അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് സ്വീകാര്യമാവുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അള്ളാഹുവിന് വിധേയപ്പെട്ടവരായിരിക്കും. മറിച്ചാണ് നമ്മുടെ താല്പര്യം, നമ്മുടെ മനസ്സിന്റെ സ്വകാര്യതയിലുള്ള ഇച്ഛകളെയാണ് നമ്മൾ മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് സ്വീകരിക്കുന്നത് എങ്കിൽ നമ്മൾ അള്ളാഹുവിനല്ല വിധേയപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ ഇച്ഛകൾക്കാണ്. നമ്മുടെ ഇച്ഛകൾക്കാണ് നമ്മൾ അടിമപ്പെട്ടവരായി മാറുന്നത്. ഇത് നമുക്ക് ജീവിതത്തിന്റെ എല്ലാ തുറകളിലേക്കും എല്ലാ മേഖലകളിലേക്കും ബന്ധിപ്പിച്ചുകൊണ്ട് ഇത് വിശദീകരിക്കാവുന്നതാണ്. ഓരോരുത്തർക്കും സ്വന്തം ജീവിത സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഞാൻ എന്റെ ഇച്ഛയെയാണോ അനുസരിക്കുന്നത് അതല്ല അള്ളാഹുവിനെയാണോ എന്നത് പരിശോധിക്കാവുന്നതുമാണ്. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. അപ്പോ മക്കയിലെ ആളുകളുടെ യഥാർത്ഥ രോഗം അവര് സ്വന്തം ഇച്ഛകളെയാണ് പൂജിക്കുന്നത്, ആ ഇച്ഛകളുടെ അടിമകളായിട്ടാണ് അവർ ജീവിക്കുന്നത് എന്നതാണ്. അത്തരം ആളുകളെ സന്മാർഗലബ്ധിയുള്ളവരാക്കുക എന്ന ചുമതല ഏറ്റെടുക്കുന്നവനാകാൻ താങ്കൾക്ക് കഴിയുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അത് ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമല്ല. അള്ളാഹു അങ്ങനെ ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചിട്ടുമില്ല. അഫഅൻത തകൂനു അലൈഹി വക്കീല. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്ന അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഅഖിലൂൻ. പ്രവാചകരെ, ഇവരിൽ അധിക പേരും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ പ്രബോധിത സമൂഹത്തിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിന് അർഹതയുള്ളവനല്ല എന്ന് കരുതുകയും തങ്ങളെ തന്നെ വഴിപഴപ്പിക്കാൻ ഇയാള് കാരണമാകും എന്ന് ആശങ്കിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ആളുകൾ, ഇവര് കേട്ട് മനസ്സിലാക്കാൻ കഴിവുള്ളവരും ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നവരുമാണ് എന്ന് താങ്കൾ കരുതുന്നുവോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അവര് കന്നുകാലികളല്ല, മൃഗങ്ങളല്ല, അല്ലെങ്കിൽ ബുദ്ധി കുറഞ്ഞ ജീവികളൊന്നുമല്ല, മനുഷ്യർ തന്നെയാണ്. പക്ഷെ അവര് കേട്ട് മനസ്സിലാക്കുക, കേൾവി അതിന് വേണ്ടിയുള്ളതാണല്ലോ. ഒരു കാര്യം അതിന്റെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനും അത് പ്രയോജനപ്പെടുത്താനും വേണ്ടിയാണ് കേൾവി മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളത്. ഏത് വിഷയത്തിലായാലും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് അത് പ്രയോജനപ്പെടുത്തുക. അതുപോലെ അഖ്ല്, ബുദ്ധി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് അത് പ്രയോജനപ്പെടുത്തി ശരിയായ സംഗതി തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഏത് വിഷയത്തിലായാലും. പക്ഷെ ഈ ആളുകളുടെ അവസ്ഥ, അവര് കേൾവി പ്രയോജനപ്പെടുത്തുന്നവരും അല്ല, ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നവരും അല്ല. അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, അം തഹ്സബു, പ്രവാചകരെ താങ്കൾ കരുതുകയാണോ, അന്ന അക്സറഹും, ഇവരിൽ കൂടുതൽ പേരും ഭൂരിഭാഗവും യസ്മഊൻ ഔ യഅഖിലൂൻ, അവർ കേൾക്കുകയും കാര്യങ്ങളെ വേണ്ട വിധത്തില് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് താങ്കൾ കരുതുന്നുവോ എന്നാണ് ചോദ്യം. എന്നിട്ട് അള്ളാഹു തന്നെ അതിനോട് ഒരു പ്രതികരണം നടത്തുകയാണ്. ഇൻഹും ഇല്ലാ കല്ലൻആം, ഇവര് കന്നുകാലികളെ പോലെ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊരു സാധ്യതയില്ല. കന്നുകാലികളെ പോലെയാണ് ഇവർ, അന്യാമിനെ പോലെയാണ്. ഏത് നിലക്കാണ് അന്യാം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യനും കന്നുകാലികൾക്കും ഒരുപോലെയല്ല അള്ളാഹു ബുദ്ധിയും കഴിവും ഒക്കെ നൽകിയിട്ടുള്ളത്. മനുഷ്യന് ഈ പ്രപഞ്ച സാകല്യത്തിന്റെ അതിസൂക്ഷ്മമായ തലങ്ങളെ വരെ പരിശോധിച്ച് മനസ്സിലാക്കാനും പഠന വിധേയമാക്കിയിട്ട് ഉൾക്കൊള്ളാനും പല വളരെ സങ്കീർണമായ വിഷയങ്ങളെ സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ച് ഉൾക്കൊള്ളാനും ഒക്കെയുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. എന്നാൽ കന്നുകാലികളുടെ ബുദ്ധിപരമായ കഴിവുകൾ വളരെ പരിമിതമാണ്. അത്
വളരെ പരിമിതമായ വിധത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട സൃഷ്ടികളാണ് കന്നുകാലികൾ. അവർക്കുള്ള അടിസ്ഥാന ചോദനകൾ നിറവേറ്റാൻ വേണ്ട ബുദ്ധിയും കഴിവും ഒക്കെ മാത്രമേ അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളൂ. അത് പിന്നിട്ട കാലങ്ങളിലെ നമ്മുടെ ഈ കന്നുകാലികളുടെ ജീവിത രീതികളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. നൂറ്റാണ്ടുകളായിട്ട് ഈ കന്നുകാലികൾക്ക് ബുദ്ധിപരമായ ഒരു മുന്നേറ്റവും ഉണ്ടായിട്ടില്ല. ഒരു 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയും കാലം മുമ്പോ ജീവിച്ചിരുന്ന കന്നുകാലികളോ ഇന്ന് ജീവിക്കുന്ന കന്നുകാലികളോ തമ്മിൽ യാതൊരു വ്യത്യാസവും നമ്മൾ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ ഒരു അനുഭവവും നമുക്കില്ല. നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു 50 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന കന്നുകാലികളും ഇപ്പോൾ ഉള്ള കന്നുകാലികളും തമ്മിൽ പറയത്തക്ക ബുദ്ധിപരമായ വ്യത്യാസമൊന്നും കാണാൻ കഴിയുന്നില്ല. അവര് പഴയ കാലത്ത് കന്നുകാലികൾ ജീവിച്ചിരുന്ന പോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും അവർ ജീവിക്കുന്നത്. ബുദ്ധിപരമായ ഒരു മുന്നേറ്റമോ ഒരു വളർച്ചയോ അവര് നേടിയിട്ടില്ല. മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. ഒരു 100 കൊല്ലം മുമ്പോ അല്ലെ 50 കൊല്ലം മുമ്പോ ജീവിച്ച കുട്ടികളെ പോലെയല്ല നമ്മുടെ കാലഘട്ടത്തിലെ കുട്ടികളുള്ളത്. അവരതിനേക്കാളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പുതിയ തലമുറ അവരുടെ സാധ്യതകള് പഠന കാര്യങ്ങളിലൊക്കെയുള്ള സാധ്യതകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ബുദ്ധിപരമായി സാങ്കേതിക പരിജ്ഞാനത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ മനുഷ്യർ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് മനുഷ്യന്റെ ഗ്രോത്തിന് സാധ്യതയുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള വളർച്ചയ്ക്ക് സാധ്യതയുള്ള ബുദ്ധിപരമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ നാഗരികമായൊക്കെ മുന്നേറിയതിന്റെ കാരണം അവന്റെ ഈ വലിയ വളർച്ചാ സാധ്യതയുള്ള അവന്റെ ബുദ്ധിപരമായ വൈഭവങ്ങളാണ്. അപ്പോ മനുഷ്യരും കന്നുകാലികളും ഒരുപോലെയല്ല. വളരെ ശ്രദ്ധേയമായ വ്യത്യാസമുണ്ട്. രണ്ടു കൂട്ടർക്കും ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷെ കന്നുകാലികൾക്ക് അവരുടെ അടിസ്ഥാന ചോദനകൾക്ക് നിർവഹിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയൊക്കെ നൽകിയിട്ടുള്ളൂ എന്നത് നമുക്ക് അവരുടെ ജീവിത രീതികളുടെ പിന്നിട്ട കാലങ്ങളിലെ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. പക്ഷെ ഈ ആളുകള് അവരുടെ അവസ്ഥ എന്താണെന്ന് അള്ളാഹു ചൂണ്ടിക്കാണിക്കുക. ഇൻഹും ഇല്ലാക്കല്ലനാം, കന്നുകാലികളെ പോലെ മാത്രമാണ് അവര് എന്നല്ല. ബൽഹും അലല്ലു സബീല, അതല്ല കന്നുകാലികളെക്കാൾ പഴച്ചു പോയവരാണ് എന്നാണ് അള്ളാഹു ഈ ആളുകളെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്. കന്നുകാലികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള ബുദ്ധിപരമായ ദൈക്ഷണികമായ കഴിവുകൾ അത് എന്തിനു വേണ്ടിയുള്ളതാണ്? കന്നുകാലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണോ? അതോ അതിനപ്പുറത്തേക്ക് വലിയ സാധ്യതകളെ കണ്ടെത്താൻ വേണ്ടിയാണോ? അതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയം. ചില ആളുകള് കന്നുകാലികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നൽകപ്പെട്ടിട്ടുള്ള വളരെ സാധ്യതകളുള്ള ബുദ്ധിയും കഴിവും തലച്ചോറും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നത് കന്നുകാലികളൊക്കെ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. തിന്നുകയും കുടിക്കുകയും ഭോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന, അതിനപ്പുറത്തേക്ക് അവരുടെ ചിന്ത പ്രയോജനപ്പെടുത്തപ്പെടുന്നേ ഇല്ല. കന്നുകാലികളെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമാണ്. അവരുടെ ജീവിതത്തിന്റെ ഫുൾഫിൽമെന്റും അതാണ്. കാരണം അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. പക്ഷെ മനുഷ്യനെയോ ഒരു കന്നുകാലിയുടെ അവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടി ആലോചനയില്ലാത്ത, ചിന്തയില്ലാത്ത, ആയാത്തുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് ഒരു ഗുണപാഠവും നേടാത്ത വിധത്തിൽ ജീവിക്കാൻ വേണ്ടിയാണോ മനുഷ്യന് ഇത്രയും വികസന സാധ്യതയുള്ള ബുദ്ധിയും കഴിവും ഒക്കെ അള്ളാഹു നൽകിയിട്ടുള്ളത്? അപ്പോ അതുകൊണ്ടാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതല്ല, അവർ കന്നുകാലികളെക്കാൾ പിഴച്ചു പോയ അവസ്ഥയിലാണ്. കന്നുകാലികൾക്ക് പിഴവൊന്നുമില്ല യഥാർത്ഥത്തില്. കന്നുകാലികൾ എന്താവശ്യത്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ധർമ്മം അവര് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പണ്ടുണ്ട്, ഇന്നുണ്ട്. പക്ഷെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ആവശ്യം എന്താണ്? കന്നുകാലികളെ പോലെ ജീവിക്കാൻ വേണ്ടിയല്ലല്ലോ. മനുഷ്യന്റെ ബുദ്ധി പ്രയോജനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും അതുവഴി വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും വേണ്ടിയാണല്ലോ. അതിന്റെ ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യമാണ് തനിക്കൊരു സൃഷ്ടാവുണ്ട്, പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, ആ നാഥനുമായി തനിക്ക് ഒരു ബന്ധമുണ്ട് എന്നതൊക്കെ തിരിച്ചറിയുക എന്നുള്ളത്.
അതിനു വേണ്ടിയാണ് പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു അവന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അവന് വിലയിരുത്താനും കാണാനും മനസ്സിലാക്കാനും എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ജീവിത സരണി നിർണയിക്കാനൊക്കെ വേണ്ടി. അത് മനുഷ്യൻ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ അവന്റെ അവസ്ഥ തീർച്ചയായിട്ടും കന്നുകാലികളുടെ ഇതിനേക്കാൾ മോശമാണല്ലോ. കാരണം കന്നുകാലികളെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ ആ ധർമ്മം കന്നുകാലികൾ നിർവഹിക്കുന്നുണ്ട്. ഇവിടെ മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണോ ആ ധർമ്മം നിർവഹിക്കാത്തവരായിട്ട് മനുഷ്യൻ അധപ്പതിക്കുന്നു എന്നതാണ് അവരെ കൂടുതൽ പിഴച്ചവരായിട്ട് മാറ്റുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഅഖിലൂൻ, അവരിലേറെ പേരും കേൾക്കുകയും കാര്യങ്ങള് ബുദ്ധിപരമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നാണോ താങ്കൾ കരുതുന്നത്? ഇൻഹും ഇല്ലാ കൽ അൻആം, അവര് കന്നുകാലികളെ പോലെ ആണ്. വെറും കന്നുകാലികളുടെ ഒരു അവസ്ഥയിലാണ് അവരുടെ ജീവിതം, അവരുടെ നിലപാടുകൾ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എന്നല്ല ബൽഹും അളൽ, എന്നല്ല അവരെക്കാളും മോശമായ അവസ്ഥയിലാണ്. കാരണം കന്നുകാലികൾക്ക് നൽകപ്പെട്ടതിനേക്കാൾ എത്രയോ സാധ്യതയുള്ള ബുദ്ധിയും കഴിവും മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്താതെയാണ് ഇവർ കഴിയുന്നതെങ്കിൽ കന്നുകാലികളെക്കാളൊക്കെ പഴച്ചുപോയ അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തി സാധിച്ചിട്ടില്ലാത്ത ആളുകളായിട്ട് ഇവരാണ് മാറുക. കന്നുകാലികൾ അവരുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പ്രാപിക്കുന്നുണ്ട്, ഇവരത് ചെയ്യുന്നില്ല. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് കന്നുകാലികളെക്കാൾ മോശമായ അവസ്ഥയിലാണ് ഇവർ എന്നാണ് അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിലെ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.